കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സാജൻ, തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴി ഇടവാംഗമാണ്. ഇതെൻ്റെ വൈഫ് ഗ്ലോറി, ഇതെൻ്റെ മകൾ സെലസ്റ്റീൻ മറിയം. 2023 ജൂലൈ 9 തീയതിയാണ് എൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2020 ഏകദേശം 3 വർഷത്തോളമായി ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിനിടയിൽ 2022 വൈഫ് പ്രഗ്നൻ്റ് ആവുകയും 4-ാം മാസം നോർമൽ ചെക്കപ്പിന് പോകുമ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലയെന്ന് അറിയുകയും തുടർന്ന് DNC വഴി കുട്ടി അബോർട്ടാവുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. അടുത്ത വെക്കേഷന് ഞങ്ങൾ ഇങ്ങോട്ട് വരികയും ഇവിടെ വന്ന് വൈഫ് ഉടമ്പടി എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് വന്നു. 2-ാം മാസം കുട്ടി വൈഫ് വീണ്ടും പ്രഗ്നൻ്റ് ആവുകയായിരുന്നു. അതിനുശേഷം ഫസ്റ്റത്തെ കുട്ടി കുറച്ച് കോംപ്ലിക്കേഷൻസിലൂടെ പോയതുകൊണ്ട് DNC ആയി അബോർട്ടായതുകൊണ്ട് ഈ പ്രാവശ്യം വളരെ കെയറിലൂടെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. 4-ാം മാസം വരെ കുട്ടി വൈഫ് വളരെ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം വൈഫിന് ഡെയിലി ഇഞ്ചക്ഷനും അങ്ങനെയുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും അതോടെ ഒപ്പം നടന്നിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യലും ചെക്കപ്പും വളരെ സൂക്ഷിച്ചായിരുന്നു ഈ കാലയളവിലൊക്കെ ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ മെയ് 31 ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. ഈ കാലയളവിൽ ഡെയിലി പുള്ളിക്കാരി തൈലം വയറ്റിൽ പരട്ടി പ്രാർത്ഥിച്ചിരുന്നു. രാവിലെയും വൈകിട്ടും ഇതേപോലെ തൈലം പറ്റി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്തിരുന്നു. അങ്ങനെ ഇതാണ് കുട്ടി സെലസ്റ്റീൻ മറിയം. ഞങ്ങളുടെ 2-ാമത്തെ ഒരു അനുഭവം, ഒരു ഉടമ്പടി അനുഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം 5-5.5 വർഷത്തോളമായി ഞാൻ ഒരു കമ്പനിയിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നു. 2 വർഷത്തിന് ശേഷം പുതിയൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള റെസ്പോൺസും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ സ്ഥിരമായി ഇതേപോലെ അപേക്ഷകൾ പുതിയ വേക്കൻസികൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും റെസ്പോൺസ് കുറവായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്തെന്നറിയില്ല, വളരെ നല്ല റെസ്പോൺസായിരുന്നു എൻ്റെ ഓരോ അപേക്ഷകൾക്കും ലഭിച്ചിരുന്നത്. ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അതിൽ നിന്ന് 3 കമ്പനിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ആ 3 കമ്പനിയിൽ നിന്ന് എനിക്ക് ഇങ്ങനെയായിരുന്നു ഒരു ചോയ്സ്, നിനക്ക് ഇതിലേത് വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ളത്. ഞാനൊരു കമ്പനി ഓക്കെ പറഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ 3 കമ്പനിയിൽ ഏറ്റവും നല്ല കമ്പനി തന്നെയായിരുന്നു അത്. പിന്നീടായിരുന്നു അവിടെ ജോയിൻ ചെയ്യുന്നതും ആ കമ്പനി എങ്ങനെയായിരുന്നുള്ള കമ്പനിയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു ഏകദേശം എൻ്റെ 2-ാമത്തെ കമ്പനി അതിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ 1 വർഷമാകുന്നു. ഞാനും വൈഫും ആനുവൽ ലീവിന് വന്നിരിക്കുകയാണ്. 3-ാമത്തെ അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈഫ് കൺസീവ് ആവുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു വൈഫിന്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഈ 2-ാമത്തെ ഡെലിവറി ഇത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ആൾക്ക് കുറച്ച് പ്രഷറും മറ്റും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടി ഡേ ഡ്യൂട്ടിയിലോട്ട് മാറ്റാനായിട്ട് നോർമൽ കേസിൽ സംഭവിക്കാൻ വളരെ പാടാണത്. പക്ഷേ പുള്ളിക്കാരി ഈ ഒരു കാര്യം കൂടിയും ഉടമ്പടിയിൽ വെച്ചിരുന്നു. അങ്ങനെ ഈ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ പുള്ളിക്കാരിയുടെ നൈറ്റ് ഡ്യൂട്ടി എന്നുള്ളത് പ്രസവം കഴിയുന്നവരെ ഡേ ഡ്യൂട്ടിയായി. പ്രസവം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ മിക്സായി. ഇപ്പോൾ പുള്ളിക്കാരി നൈറ്റും ഡേ ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ആ ഒരു കാലയളവിൽ 9 മാസത്തോളം പുള്ളിക്കാരിക്ക് ഡേ ഡ്യൂട്ടി തന്ന് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു ഭാഗം ഞങ്ങൾ കാരുണ്യപ്രവൃത്തികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഓർഫനേജിലും അതുപോലെയുള്ള നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുകയുണ്ടായി. പിന്നെ പത്രവിതരണം, പുള്ളിക്കാരി നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെയുള്ള ഹോസ്പിറ്റലുകൾ സന്ദർശിച്ച്
അവിടെ കുറേ പേർക്ക് വിതരണം ചെയ്തു. പിന്നെ ഒരു കെട്ട് അബുദാബിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സൺഡേ കുർബാനകൾക്ക് ശേഷം ഞങ്ങൾ ഈ പത്രവും വിതരണം ചെയ്തിരുന്നു. സ്നേഹം നിറഞ്ഞവരെ,